നീ പറിച്ചോണ്ട് ഓടാതെ വളച്ചിട്ട് പൂട്ടെ പൂട്ടടിക്കാൻ നോക്കെ വടക്കം പറഞ്ഞത് തിരിഞ്ഞു പിടിക്കാ പറ്റൂലേ കൈ കാലും ഒന്ന് വിട്ട് കിട്ടിട്ട് വേണ്ട മച്ചമ്പി വടക്കനും തെക്കനും ഒക്കെ കളിക്കാൻ ഒരു ചത്തെങ്കി ഗുണം പിടിച്ചേനെ ഈ പൂട്ടിൽ ഉടുമ്പ് വീണത് തന്നെ എനിക്ക് പോലും ഊരാൻ പറ്റാത്ത പൂട്ടല്ലയോ. എന്റെ ഈ വലതു ഭാഗത്തെ വാരിയല്ലിന് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. എങ്ങനെ? കഴിഞ്ഞ മാസം എരഞ്ഞിപ്പാലത്ത് അബ്ദുള്ള കുട്ടി ഫയൽവാനം അലർത്തിയടിച്ചല്ലോ, അന്ന് പറ്റിയതാ. വേദന ഉണ്ടോ? അല്ല, അമർത്തുമ്പോഴേ ഉള്ളൂ. ഏതായാലും ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു ഏനക്കേടുണ്ടെന്നുള്ള കാര്യം ഉടുമ്പ് അറിയണ്ട. ശരിയാ, അറിയാതിരിക്കുന്നതാ നല്ലത്. എന്റെ ഈ തുടയലിനും ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഇവിടെയൊക്കെ ഒടിഞ്ഞു പറഞ്ഞിരിക്കുകയാണോ? ഫിലിപ്പോസേ, ഇത്തവണ ഉടുമ്പിനെ മലത്തി അടിച്ചില്ലെങ്കിൽ എനിക്ക് ഈ നാട്ടിൽ തലയുയർത്തി നടക്കാൻ ഒക്കുകയില്ല. 9 കൊല്ലം മുമ്പ് കളരിപ്പാടത്തെ ഗോദായി വെച്ച് എന്റെ കാലിതാ ഈ പരുവത്തിലാക്കിയവനാ ഉടുമ്പ്. അന്ന് തുടങ്ങി തന്നെ പോലെ ഒത്തിരി പേരെ ചെല്ലും ചെലവും കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വീട്ടിപ്പോറ്റുക ഞാൻ ആ ഉടുമ്പിനെ ഒന്ന് മലത്താൻ. ഇത്തവണ പൊട്ടിയാൽ ഫിലിപ്പോസേ കുട്ടമ്പലയുടെ മട്ടുമാറും. ആശ നോക്കിക്കോ, ഉടുമ്പ് വെറും ഉറുമ്പാണെന്ന് ഞാൻ തെളിയിക്കും. എനിക്ക് നല്ല വിശപ്പ്, വല്ലതും കഴിക്കണം. എടീ, മുട്ടയും പാലും എടുത്തു വെക്കാൻ. മുട്ടയും പാലും. മച്ചമ്പി, ചവനപ്രകാശവും അരിഷ്ടവും ആദ്യം കാപ്പൂടി കഴിയട്ടെ. അതെ അതെ അതെ, അത് മതി. എന്നിട്ട് ഒന്നിച്ച് കവലയിലേക്ക് നീങ്ങാം. ഫിലിപ്പോസിനെ നാട്ടുകാരൊക്കെ ഒന്ന് കാണട്ടെ. വാരിയല്ലേ മച്ചമ്പി? വാരിയല്ലേ? വന്നാ മതി, ആ പാലങ്ങ് വാങ്ങി വെക്ക. അവൾ സംബന്ധക്കാരന് വെച്ച് വിളമ്പുന്നു. ഗഡോൽഗജമാര് തിന്നു മരിക്കട്ടെ. അമ്മ അറിഞ്ഞോ? കൂവശ്ശേരിയിലെ പാടം അച്ഛൻ വിൽക്കാൻ പോവാ അത്രേ. നിന്നോട് ആര് പറഞ്ഞു? കവലയിൽ ഇന്നലെ രാധയുടെ അച്ഛനോട് ആരോ പറഞ്ഞതാ. എന്റെ ഭഗവാനെ, ഈ മനുഷ്യൻ എല്ലാം വിറ്റു തുലയ്ക്കുന്ന തോന്നുന്നത്. നിന്റെയൊക്കെ തലയിലെഴുത്ത്. പല്ലവണ്ടിയും കൂടെ ഇറങ്ങി പോകുമ്പോ അല്ലെങ്കിൽ പിന്നെ നിന്നെയൊക്കെ കെട്ടാൻ ആരാ വരാൻ പോകുന്നു? അനുഭവിച്ചോ? വരുന്നില്ലെങ്കിൽ വരണ്ട. എന്ത് പറഞ്ഞാലും ഒടുവിൽ എനിക്കാ കുറ്റം. ഈ നെക്ക് ലോക്കിൽ ഉടുമ്പും എടുക്കണ. കഴിഞ്ഞ തവണ പരിയാരത്തെ നീലകണ്ഠൻ അടിച്ചില്ല എന്നായപ്പോ ഉടുമ്പ് മിന്നൽ വേഗത്തിൽ നെക്ക് ലോക്കിട്ടു. ഉടുമ്പിന് പണ്ടത്തെ പോലത്തെ ആങ്കൊന്നും ഇല്ല മച്ചമ്പി. അവന്റെ നെക്കിലൊക്കെ ഒരു മുമ്പേ ഞാൻ സരോദ് പ്രയോഗിക്കും. അത് കൊള്ളാം. സരോദില് ഉടുമ്പിന് അത്ര മിടുക്ക് പോരാ. പക്ഷേ സരോദ് വരുന്നു എന്നറിഞ്ഞാൽ അവൻ ഗലാൽ ജങ്ക് പുറത്തെടുക്കും. ഗലാൽ ജങ്കിന് മറുമരുന്നുണ്ട്. അന്ന് അബ്ദുള്ള കുട്ടി ഫയൽവാനെ ഞാൻ മലർത്തിയടിച്ചത് അങ്ങനെ. സവാരിക്ക് പൂട്ട്, സവാരിക്ക് പൂട്ട്. വാരിയല്ലേ മച്ചമ്പി? ഓ, അത് ഫയൽവാനല്ലേ? എന്നാ ഉടുമ്പിനെ പിടിക്കുന്നേ? മുക്കില് ബോർഡിൽ വെച്ചിട്ടുണ്ട്. എന്താ കണ്ണു കണ്ടുകൂടി? കണ്ടു. പക്ഷേ ഉടുമ്പിനെ മലർത്താൻ സാക്ഷാൽ ദാരാസിംഗ് വന്നാലും പറ്റില്ല.
കുട്ടൻപിള്ള ആശാനെ അവിടുന്ന് ഇവിടുന്ന് ഓരോ തടിമാടന്മാരെ കൊണ്ട് തീറ്റ കൊടുത്ത് തറവാട് തുലയ്ക്കാൻ നോക്കണ്ട കേട്ടോ. ഓട്ടാശാനെ ഉടുമ്പ് മലർന്ന് വീഴുമ്പോ ഇവന്റെയൊക്കെ നാവ് താനെ അടങ്ങില്ലേ? കുറച്ചു നാളായി ഞാൻ സഹിക്കുന്നു. എന്തായി ഫൽഗുണ? പ്രശ്നമൊന്നുമില്ല. 2 മർമ്മം പിടികിട്ടിയിട്ടുണ്ട്. ഒന്ന് ഇതാ, ഈ വാരിയല്ലിന് ബലമായിട്ടൊരു പിടി പിടിച്ചാ മതി, ഫിലിപ്പോസിന്റെ പോസ് അങ്ങ് പോവും. പിന്നെ പില്ലി മാത്രമേ കാണൂ. മറ്റേ മർമ്മം? മറ്റേത് ഈ തുടയല്ലിന് അറിയാത്ത മട്ടിൽ കൈമുട്ടുകൊണ്ട് ഓരോറ്റ കയറ്റിയാ മതി. പിന്നെ മർമ്മം ശരിക്ക് നോക്കിയില്ലെങ്കിൽ ഫിലിപ്പോസ് കുഴപ്പമുണ്ടാക്കും. അത് ഞാൻ ഏറ്റു. ഇതൊന്നുമില്ലെങ്കിലും ഫിലിപ്പോസ് എനിക്ക് പ്രശ്നമല്ല. ആശാൻ വിവരക്കേട് പറഞ്ഞു പഠിക്കരുത്. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു തന്ന മർമ്മത്തിന്റെ സഹായം കൊണ്ടല്ലേ ആ കുപ്പസ്വാമിയെ അടിച്ചു വളർത്തിയത്? ഏയ്, അല്ലെങ്കിലും കുപ്പുസ്വാമിയെ ഞാൻ ശരിപ്പെടുത്തുമായിരുന്നു. ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഫിലിപ്പോസിന്റെ മർമ്മം ആശാൻ അറിയാമെന്ന് ഞാൻ അവിടെ ചെന്ന് പറയാം. ഏയ്, അത് വേണ്ട. നിനക്കിപ്പം കാശെടുത്തും വേണോ? അതെന്ത് ചോദ്യം ആശാനെ? ഒരു 100 രൂപ ഇങ്ങട്. എന്നാലേ നാളെ രാവിലെ ഇങ്ങോട്ട് വന്നേരെ, തന്നേക്കാം. ഏതായാലും നീ ഇതുവരെ വന്നതല്ലേ? അങ്ങനെ ആശാന്റെ ഓശാരമൊന്നും വേണ്ട. അധ്വാനിച്ചതിന്റെ കൂലിയാ ചോദിക്കുന്നത്. നാളെ രാവിലെ കറക്റ്റായിട്ട് വരും. ഉറപ്പായിട്ട് തരണം, മറക്കണ്ട. പ്രിയപ്പെട്ട നാട്ടുകാരെ, അമ്മമാരെ, സഹോദരിമാരെ, വമ്പിച്ച ഗാഥാഗുസ്തി ഇന്നോളം ആരുടെ മുമ്പിലും മുട്ടുകുത്തിയിട്ടില്ലാത്ത ഉടുമ്പു വേലായുധന് കൊച്ചുകുട്ടൻ പിള്ളയുടെ അരിമശിഷ്യൻ ഫയൽവാൻ ഫിലിപ്പോസ് നേരിടുന്നു. ഉടുമ്പിനെ തറപറ്റിക്കുന്ന മനോഹരമായ കാഴ്ച കാണാൻ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നല്ലപോലെ കൊത്തി കളയണം. അടിയിലത്തെ മണ്ണ് മോളി വരണം. നേതാവേ, മൈക്ക് ഒന്ന് കാറ്റുന്നാ. നമസ്കാരം. ആശാനെ, ജോലി തിരക്കാണല്ലേ? നാളെയല്ലേ കുസ്തി? അല്ലെ മണ്ണ് വെല്ല അത് പിടിക്കുമ്പോ ഇളകിക്കോളും. അല്ല, ഇത്തവണ ഉടുമ്പ് തറ പറ്റുമോ? പിന്നെ അതോ ആശാൻ തറ പറ്റുമോ? ആരാ തറ പറ്റുന്നത് നാളെ പിടിക്കുമ്പോ കാണാമല്ലോ. അല്ല, കഴിഞ്ഞ തവണയും ഇങ്ങനെ തന്നെയാ പറഞ്ഞത്, പിടിക്കുമ്പം കാണാമല്ലോ, പിടിക്കുമ്പം കാണാമല്ലോ. എനിക്ക് മുതൽ മുടക്കൊന്നുമില്ലല്ലോ. ഒരു നയ പറ്റും. പിന്നെന്താ, ആര് ജയിച്ചാലും തോറ്റാലും തനിക്കെന്താ? അതൊന്നുമില്ല, മനസ്സിന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്. ഈ മാസം മാസം അനാവശ്യമായി ചെലവാക്കുന്ന ഈ പണം ഉണ്ടല്ലോ, അത് ഈ നാട്ടിന്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ സംഭാവനയായിട്ട് എന്നെ ഏൽപ്പിച്ചൂടെന്ന് ചോദിച്ചാണോ? ഞാന് ഓ, കണ്ടവന്റെ വീട് തോറും കേറി ഇറങ്ങി തെണ്ടി നടന്ന് പിരിക്കാറില്ല. സ്വന്തം തറവാട്ടിൽ നിന്ന് കൊണ്ടിരുന്ന പൈസയാ. വേണേ വന്നിട്ട് കണ്ടിട്ട് പോ. നടക്കട്ടെ നേതാവേ, ഒന്നുമില്ലേലും വല്ലപ്പോഴും ഒരു ഗുസ്തി ഓസിന് നമുക്ക് കാണാമല്ലോ. നിന്റെയൊക്കെ ജീവിതം തന്നെ ഓസാണല്ലോടാ, അല്ലേ? ഞാൻ അപ്പോഴേ ഒരു കാര്യം ഞാൻ പറയാം. ഉടുമ്പിനെ തറ പറ്റിച്ചിട്ടേ ഞാൻ ഇറങ്ങൂ. ജയ് ഹനുമാൻ. എന്ത് ചെയ്യാനാ, തലക്ക് സുഖമില്ലാതെ ഇപ്പൊ ഒന്ന് പറ, ഒന്നുകൂടി പറ.
മുത്താരം കൊന്ന് ആളറങ്ങാനുണ്ടോ? അവിടേക്ക് ആളെ ഇങ്ങോട്ട് കഴിയാ മതി. അവിടേക്ക് അങ്ങോട്ട് ഇരിക്കും അവിടെ ഇരിക്കേ. ഹലോ, മനസ്സിലായില്ല? അല്ല, ഞാൻ ഈ മുത്താരം കുന്നെന്ന് പറയുന്ന സ്ഥലം എങ്ങോട്ടാ പോകേണ്ടത്? എങ്ങോട്ടാ പോകണമെന്ന് അറിയില്ല. പിന്നെ എന്തിനാ അവിടെ ബസ് ഇറങ്ങിയത്? സത്യം പറ. ബസ്സിൽ വെച്ച് തന്നെ ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളെ ആ കള്ള നോട്ടും ആ പരുങ്ങലും ഇടയ്ക്കിടയ്ക്ക് പേന എടുത്ത് ഡയറിയിൽ എഴുത്തും. എന്തിനാണ് സുഹൃത്തെ എന്നോട് ഒളിച്ചു പിടിക്കുന്നത്? ഞാനും ഗവൺമെന്റിന്റെ ആള് തന്നെയാ. ഈ പ്രദേശത്ത് ഏത് സിഐഡി വന്നാലും ആദ്യം എന്നെ കാണുക എന്നുള്ളത് അതൊരു പതിവാണ്. പക്ഷെ ഞാൻ മതി 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 ഇനി ഒരു അക്ഷരം പറയണ്ട. എന്റെ സിഐഡി കൊട്ടാ. വാ 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 ഇവിടെ വാ വാ. അല്ല അതിരിക്കട്ടെ, സാറിപ്പം ഏത് കേസ് പിടിക്കാനാ അങ്ങോട്ട് പുറപ്പെട്ടത്? ഇതെന്റെ സ്വന്തം കേസ് തന്നെയാ. സ്വന്തം കേസോ? അതും എന്റെ നിയോജക മണ്ഡലത്തിലോ? സാറ് MLA ആണ്? അല്ല, ആയിട്ടില്ല, അടുത്ത് തന്നെയാകും. അതിന്റെ കരുനീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ. 1.5 വർഷം മുമ്പ് അമ്പലക്കുളത്തിൽ ശാന്തയുടെ ശവം പൊന്തിയല്ലോ, അത് കൊലപാതകമാണെന്ന് അന്ന് തന്നെ ഞാൻ സർവത്ര മന്ത്രിമാരെയും വിളിച്ചു പറഞ്ഞിരുന്നു. സത്വര നടപടികൾ കൈക്കൊള്ളാമെന്ന് അവർ എനിക്ക് വാഗ്ദാനവും ചെയ്തിരുന്നു. അതിനെപ്പറ്റി അന്വേഷിക്കാൻ പുറപ്പെട്ടതല്ലേ? പ്ലീസ്, എന്റെ സ്വന്തം കേസെന്ന് പറഞ്ഞത് എന്റെ തന്നെ ജീവിത പ്രശ്നം എന്ന അർത്ഥത്തിലാണ്. ഇവിടെ മുത്താരംകുന്ന് പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് മാസ്റ്ററായി എന്നെ നിയമിച്ചിരിക്കുകയാണ്. നേരോ? ബാർബർ ഷോപ്പാണ്, തലോടി കൊട്ടി. ഇതും എന്റെ കഴിവുണ്ട്, ഞാൻ എത്തിച്ച. പ്രിയപ്പെട്ട നാട്ടുകാരെ, എവിടെ പോയി കിടക്കാടാ? സ്ഥലം എവിടെ വേണം? ഇവിടെ ഇറങ്ങിയോ? ഇങ്ങോട്ട് ഇറങ്ങിയോ? ഇവിടെ ഇറങ്ങിയോ? ആടേ ഇവിടെ വരും. ഒന്ന് ശ്രദ്ധിക്കൂ. വളരെ നാളത്തെ എന്റെ അശ്രാന്ത പരിശ്രമത്തിന് ഫലമായി ഇതാ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ സേവിക്കാൻ വേണ്ടി ഈ മുത്താരംകുന്ന് പോസ്റ്റ് ഓഫീസിൽ ഒരു പോസ്റ്റ് മാസ്റ്റർ എത്തിയിരിക്കുകയാണ്. മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ എത്തിച്ചിരിക്കുകയാണ്.
എന്താ പേര് പറഞ്ഞു? ദിലീപ് കുമാർ. അതെ, ദിലീപ് കുമാരകൻ. സുന്ദരനായ ഈ ചെറുപ്പക്കാരനാണ് ഇനി അങ്ങോട്ട് ഈ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങളുടെ കത്തുകുത്തുകൾ കൈകാര്യം ചെയ്യുന്നത്. സാർ, എന്റെ കടയിലിരിക്കാം, ഒരു ചായ കുടിക്കാം സാർ. എന്റെ കടയിലിരിക്കാം സാർ. സാർ, എന്റെ കടയിൽ പഴംപൊരിയുണ്ട്. സാർ, എന്റെ കട ദോശയുണ്ട്. എന്റെ കടയിൽ ഉണ്ടംപൊരിയുണ്ട്. സാർ, എന്റെ കട മനുഷ്യനായ സ്വൈര്യാണ് ആവശ്യം. ആ സ്വൈര്യം നിങ്ങൾ തരുന്നില്ലെങ്കിലോ ഞങ്ങളെ എന്ത് ചെയ്യണം? ഇവിടെ സൈക്കിൾ ഷാപ്പ് എന്താ സാറിന് എന്താ ആവശ്യം? എന്താ വേണ്ട എന്നോട് പറയും. എനിക്ക് താമസ സൗകര്യം ഏർപ്പാട് ചെയ്യാൻ വാസുവിന് എഴുതിയിരുന്നു. അതിന്റെ ആവശ്യമില്ലായിരുന്നു സാറേ. അതെന്താ? സാറിന് വാസുവിനല്ലേ കണ്ടത്? എടാ അയ്യപ്പാ, എടാ പെട്ടി എടുക്കടാ, വരൂ. വാസുവേ, ഈ വരുന്ന ആളെ കൂടെ ഏറ്റെടുത്തോളൂ. എനിക്ക് തീരെ സമയമില്ല. ഞാൻ ദിലീപ് കുമാർ. ഓ, പോസ്റ്റ് മാസ്റ്റർ. അതെ. രാമദാസ് മാഷിന്റെ കത്ത് മെനഞ്ഞാന്ന് കിട്ടി. ഇതുവരെ മറുപടി അയച്ചില്ല. ആള് വരാൻ 2-3 ദിവസം ആലോ എന്ന് വിചാരിച്ചു. താമസ സൗകര്യം അതൊക്കെ ഞാൻ ഇന്നലെ ശരിപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ശരി. മാസ്റ്റർക്ക് സൈക്കിൾ അറിയാമല്ലോ. പിന്നെന്താ? അയ്യപ്പാ, പെട്ടി ഇതിലോട്ട് വെച്ചു. ഞാൻ കരുതിയില്ല മുത്താരംകുന്ന് ഇങ്ങനെ ഒരു കുഗ്രാമമാണെന്ന്. ഗ്രാമമാണെങ്കിലും മനുഷ്യന് ജീവിക്കാൻ വേണ്ട ചുറ്റുപാടുകളെല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ സിനിമാ തിയേറ്റർ ഇല്ലേ? 6 കിലോമീറ്റർ ദൂരെ ഒരെണ്ണമുണ്ട്. പക്ഷെ അവിടെ ജീവിതം നോക്കി നീലക്കുയിലും ഒക്കെ റിലീസ് ചെയ്യാനിരിക്കുന്നേ ഉള്ളൂ. 10 കിലോമീറ്റർ ദൂരെ പോയാൽ പുതിയ പടങ്ങൾ കാണാം. അവിടെ കാണാൻ കുറെ തോന്നുന്നുണ്ട്. കയറ്റമൊക്കെ കഴിഞ്ഞു മാഷേ, ഇനി കയറാം. സൗകര്യങ്ങളൊക്കെ കുറവാ. പിന്നെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ എല്ലാം ശരിപ്പെടുത്തിയിട്ടുണ്ട്. ഓഹോ, ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇവിടുത്തെ പുതിയ പോസ്റ്റ് മാസ്റ്റർ ആണ്. നമസ്കാരം. നമ്മളെ കുട്ടി. കാലിന് എന്ത് പറ്റി? അല്ല, കാലിന് നിങ്ങളൊക്കെ തോന്നുമ്പം വരും, തോന്നുമ്പോ പോവും. എന്തിനാ ഈ നാട്ടിൽ ഇങ്ങനെ പോസ്റ്റ് ഓഫീസ് അടച്ചുമുട്ടി സീൽ വെച്ച് പൊയ്ക്കൂടെ? അല്ല, ഇനി മുതൽ കാര്യക്ഷമമായി നടത്തും. എന്നാ ഞങ്ങള് എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. കാര്യക്ഷമം അല്ല, ഇനി കാര്യക്ഷമമായി പ്രവർത്തിക്കും പോസ്റ്റ് ഓഫീസ്. ഇറങ്ങട്ടെ. എന്നാ ഇറങ്ങട്ടെ. ഇങ്ങോട്ട് വാ മാഷേ. നല്ല കിളി പോലത്തെ ഒരു കൊച്ച്. ആ കാശ്മീരിലെ മോളാണ്. പതുക്കെ പറ, തടി ചീത്താക്കണ്ട. സത്യം പറഞ്ഞാ എനിക്ക് ഒന്നുകൂടി കണ്ടാ കൊള്ളാമെന്നുണ്ട്. എന്തോ ആദ്യം കണ്ടപ്പോ തന്നെ ഒരു 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 എന്താണെന്ന് അറിഞ്ഞു. കേറ്. അമ്മേ, അമ്മേ, ദേ അച്ഛൻ വരുന്നുണ്ട്. കൂടെ ഒരു പുതിയ രാക്ഷസനും ഉണ്ട്. ഇവിടുന്ന് കെട്ടിയൊരുങ്ങി പോകുമ്പോഴേ എനിക്ക് തോന്നി ഏതെങ്കിലും ഒരു കാലമാണെന്നും കൊണ്ടേ വരൂന്ന്. ഇനി എനിക്ക് അരി ഇടിക്കാനും കോഴിയും താറാവിനെയും കൊല്ലാനേ നേരം കാണും. എന്റെ ദൈവമേ, എത്ര ദിവസത്തേക്കാണോ എന്തോ. വരുന്നു. കൊണ്ടാ മിഥുനെ, നീ പോയി 5-6 കരിക്കിരിക്കും. 5-6 എന്തോന്നാവാനാ? ഒരു 10-25. ഭവാനി,
ഈയിടെ ആയിട്ട് നീ അങ്ങ് വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ ഭവാനി. മരുന്നും ലേഹ്യമൊന്നും കഴിക്കുന്നില്ലേ? എന്നാ മോളുടെ സ്കൂൾ അടയ്ക്കുന്നത്? അവധിക്ക് അവളെയും കൊണ്ട് നമുക്ക് നിന്റെ വീട്ടിലൊന്ന് പോകണ്ടേ? കൂടുതലൊന്നും വിസ്തരിക്കണ്ട, മനസ്സിലായി. ഒരു ഭീമനെയും കൊണ്ടല്ലേ വന്നിരിക്കുന്നത്. കണ്ടില്ലേ? അതെ, എന്തുദ്ദേശിച്ചായി പുറപ്പാട്? ഒക്കെ നിർത്തിന്ന് പറഞ്ഞിട്ട്. നിർത്തും ഭവാനി. ഉടുമ്പിനെ മലത്തുന്ന അന്ന് ഞാനിത് നിർത്തും. ഉടുമ്പിനെ മലർത്തിയിട്ട് നിങ്ങൾക്ക് എന്താ മോശം കിട്ടാൻ പോന്നേ? ഗോദായിലെ പക അത് നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. ഇപ്പൊ ആരാ വന്നിരിക്കുന്നറിയാമോ? ജിങ്കാന അപ്പുക്കുട്ടൻ പിള്ള. നീ നോക്കിക്കോ, ജിങ്കാന ഉടുമ്പിനെ മലത്തും. മലത്തും. ഇനി വിറ്റ് പെറുക്കാൻ വല്ലതും ബാക്കിയുണ്ടോ ഇവിടെ? പെണ്ണൊരുത്തിയുള്ളത് പ്രായം ചെന്ന് നിൽക്കുകയാണ്. അതിനെപ്പറ്റി വല്ല ആലോചനയുണ്ടോ നിങ്ങൾക്ക്? ഈ ഗോതയും കുസ്തിയും അല്ലാതെ. അവളുടെ കാര്യമൊക്കെ അതിന്റെ സമയമാകുമ്പോ നടന്നോളും. നീ ഒരു 2 അടങ്ങി അരി കൂടെ ഇട്. ഉണ്ണാൻ ജിങ്കാനായി മറ്റോനും കാണും. ഓ, എനിക്ക് വയ്യ കണ്ട പേര് വയർമാർക്ക് വെച്ച് വളമാനം പിടിക്കാനും ഒക്കെ. എന്താ അപ്പുക്കുട്ടൻപിള്ളേ, ഊണിന് കോഴിയിറച്ചിയില്ലേ? എന്താ അങ്ങനെ ചോദിച്ചത്? നല്ല കാര്യമായി. അല്ല, മണമൊന്നും വന്നില്ല. ഇനി കോഴി പിടിക്കാനും പൂട പറിക്കാനും ഒക്കെ ഞാൻ തന്നെ പോണം. അല്ല, കൊച്ചുകുട്ടൻപിള്ള ഫയൽവാൻ എന്ന് പറയുന്നത് ഞാനിവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ പുതുതായി ചാർജ് എടുത്തിട്ടുള്ള പോസ്റ്റ്മാനാണ്. ഞാൻ സാധാരണ പാന്റും ഷർട്ടുമാണ് ഇടുന്നത്. പിന്നെ ഇതൊരു കുഗ്രാമമായതുകൊണ്ട് വെറുതെ ഒരു ചേഞ്ചിന് മുണ്ടും ബനിയനും മതിയെന്ന് വിചാരിച്ചു. അവിടെ വേറെ ഒരുത്തരുണ്ടായിരുന്നല്ലോ, അവൻ പോയോ? അവനെ ഞാൻ അവിടെ ഇരുത്തിയിരിക്കുക. അവിടെ ഇരുന്നാ മതിയെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞാ പിന്നെ അവനെ എതിർക്കാൻ പറ്റില്ലേ? അതെന്താച്ചാ അവന്റെ എന്റെ ശമ്പള സ്കെയിൽ വെച്ച് നോക്കുമ്പോ അവൻ എന്നോട് ഒന്നും പറയാൻ പറ്റില്ലേ? ആശാൻ എവിടേക്കാ? വൈദ്യശാല വരെ. അയ്യോ, ആശാൻ നല്ലൊരു വൈദ്യൻ കൂടിയാണെന്ന് ഞാൻ കേട്ടു. പക്ഷേ ഞാൻ അങ്ങനെ ഇങ്ങനെ ആരെയും ചികിത്സിക്കാറില്ല. പക്ഷേ കൊച്ചുകുട്ടൻപിള്ള ഫയൽവാൻ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഭയങ്കര ബഹുമാനവും ഭയവും ഒക്കെയാ. എവിടെയാ നാട്? പയ്യോളി. നമ്മുടെ PT ഉഷയുടെ കോഴിക്കോടിനടുത്താ. എന്താ കത്ത് വല്ലതുണ്ടോ? കത്തുണ്ട്, പക്ഷെ ആശാനല്ല. ആരാ ഈ KP അമ്മണിക്കുട്ടി? എന്റെ മോള്. ആൾക്കാരാ കത്തയക്കാൻ? അതെനിക്കറിയില്ല. ആ പേരിൽ ഒരു കത്തവിടെ കണ്ടു. അവൻ പറഞ്ഞു അവൻ കൊടുത്തോളാമെന്ന്. ആര്? ഇപ്പൊ ഞാൻ അവിടെ ഇരുത്തിയിട്ട് വന്നില്ലേ, ആ ക്ലാസ് 4 ജീവനക്കാരനെ. പെൺകുട്ടികളാവുമ്പോ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. ആരുടെ കത്താണ്, എന്തിനുള്ള കത്താണ്? എനിക്കും സഹോദരിമാരൊക്കെ ഉണ്ടേ, നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. രാധയ്ക്ക് പനി. ആരാ നിനക്ക് കത്തയച്ചത്? ആരും അയച്ചില്ലല്ലോ. നീയല്ലേ KP അമ്മണിക്കുട്ടി? അത് വലിയ പറമ്പത്തെ അമ്മണിക്കുട്ടിയായിരിക്കും. അതെ, ചിലപ്പോ വലിയ പറമ്പത്തെ ആയിരിക്കും. എന്റെ പേര് ദേവാനന്ദ്. ഞാനാണ് ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള പോസ്റ്റ്മാൻ. മറ്റാരെങ്കിലും കുട്ടിയുടെ കയ്യിൽ കത്ത് തരികയാണെങ്കിൽ വാങ്ങിക്കണ്ട കേട്ടോ. വലിയ ചതിവായിപ്പോയി. ആ ഫയൽവാന്റെ മോക്കാണ് താൻ എന്നെ കൊണ്ട് കത്ത് വെച്ചത് അല്ലേ? പിന്നെ ആര് പറഞ്ഞു? ആരും പറഞ്ഞല്ല. ദാ കത്ത് എന്റെ കയ്യിലുണ്ട്. ഇത് വാസുവിന്റെ കയ്യിൽ എങ്ങനെ വന്നു? ഞാൻ ഒരുപാട് തവണ തന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള ചുറ്റിക്കളിയൊന്നും ഉണ്ടാക്കരുതെന്ന്. ഇപ്പൊ എന്തായി? ഞാനും ആപ്പിലായി. എങ്ങനെ? എടോ, ആ അമ്മണിക്കുട്ടിയുടെ കൂട്ടുകാരി ഉണ്ടല്ലോ രാധ, അവക്ക് എന്റെ കൈയക്ഷരം നല്ലപോലെ അറിയാം. ഓഹോ, അപ്പൊ വാസു രാധയ്ക്ക് കത്തയക്കാറുണ്ട്. മണ്ണാങ്കട്ട. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലേ ഞാൻ ഉണ്ടാവില്ല കേട്ടോ. താൻ നാളെ അങ്ങ് പോവും. എനിക്ക് ഈ നാട്ടിൽ പിന്നെയും ജീവിക്കണം. ഞാനിനി അമ്മണിക്കുട്ടിയോട് എന്ത് സമാധാനം പറയും? ഓഹോ, തനിക്ക് അതാണ് പ്രശ്നം അല്ലേ? ഞങ്ങൾ സത്യത്തിൽ വളരെയേറെ അടുത്തുപോയി വാസു. എന്നാലേ ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറഞ്ഞേക്കാം. ആ കുട്ടൻപിള്ള ഫയൽവാന്റെ കയ്യിൽ നിന്ന് താൻ ഇടി കൊണ്ട് നൂന്നു പോവും. വാസു, വാസു, അനാവശ്യം പറയരുത്. അവളെ ഞാൻ അങ്ങനെയല്ല വളർത്തിയത്. എന്നോട് ദയവ് ചെയ്ത് ദേഷ്യപ്പെടരുത്. മോളെ വിളിച്ച് ചോദിക്കുകയും വരുത്. പെൺകുട്ടികളാ, നമ്മൾ സൂക്ഷിക്കണം.
അവര് വല്ല അതിക്രമവും കാണിച്ചാൽ? അവളെ കല്യാണം കഴിക്കാൻ പോകുന്നത് ബോംബെയിൽ ജോലി ചെയ്യുന്ന എന്റെ അനന്തരവൻ പയ്യനാ. നല്ല ശരീരശേഷിയുള്ളവനാ. 10 ആൾ ഒരുമിച്ച് വന്നാലും അവൻ ഒറ്റയ്ക്ക് തല്ലി നിരപ്പാക്കും. അത് നിരപ്പാക്കിക്കോട്ടെ, പക്ഷേ നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുമല്ലോ. അതുകൊണ്ട് ഈ ക്ലാസ് 4 പോസ്റ്റ് ഓഫീസ് ജീവനക്കാരനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടിക്കണം. അതുള്ള വഴി ആലോചിച്ചാട്ടെ. അവനെ അപ്പുക്കുട്ടൻപിള്ള കണ്ടിട്ടുണ്ടോ വേലുപ്പിള്ള ഫേൽവാനെ? ഇല്ല, കേട്ടിട്ടേ ഉള്ളൂ. ആഹാരം കഴിക്കാം, പക്ഷേ അതിനോട് ഭ്രാന്ത് പാടില്ല. വേലുപ്പിള്ളയ്ക്ക് പറ്റിയതാ. ഈ ഫയൽമാൻമാർക്ക് ബ്രഹ്മചര്യം പോലെ തന്നെ പ്രധാനമാണ് ആഹാരത്തിലുള്ള നിഷ്ഠയം. ഒരു ജാഥ പുറപ്പെട്ടിട്ടുണ്ട്. എന്ത് ജാഥ? മർദ്ദന പ്രതിഷേധ ജാഥ. ജാഥയെങ്കിൽ ജാഥ, എല്ലാത്തിനെയും ഞാൻ ഇടിച്ച് നിരപ്പാക്കും. ഒന്ന് ചുമ്മാ ആശാനെ. ശരീരം നോക്കുന്നവർക്ക് സാധാരണ തലച്ചോറ് വർക്ക് ചെയ്യാറില്ല. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചോളാം. ഞാൻ എന്താ ചെയ്യേണ്ടത്? ആശാൻ ജാഥയെ ഒന്ന് നേരിടണം. ഇയാളങ്ങോട്ട് പോട്ടെ. ഒന്നേ ഉള്ളൂ പ്രതിവിധി ഇതിന് കല്യാണം, അത് കല്യാണം. ഒന്നേ ഉള്ളൂ പ്രതിവിധി ഇതിന് കല്യാണം, അത് കല്യാണം. ഒന്നേ ഉള്ളൂ പ്രതിവിധി ഇതിന് കല്യാണം, അത് ഇത് കല്യാണം. ഉണ്ടാക്കും ഉണ്ടാക്കും പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കും. ഉണ്ടാക്കും ഉണ്ടാക്കും പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കും. ആരാ നിങ്ങളുടെ നേതാവ്? നീയാണെന്ന് പറയടാ. തീപ്പരി ഞങ്ങളുടെ നേതാവ്. നേതാവ് മുന്നോട്ട് വരട്ടെ. ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. അടിയെങ്കിൽ അടി, വെടിയെങ്കിൽ വെടി. നേതാവ് അരിയാട്ടി തന്നെ അകത്രത്തിന്. നീ ഇതിവിടെ ഡയറി ഓടി തള്ളില്ല, തള്ളില്ല. ഞാൻ പോകണ്ട, ഞാൻ പോയിക്കോളാം, ഞാൻ പോയിക്കോളാം. എന്താ നിങ്ങളുടെ പ്രശ്നം? പ്രശ്നം നടപ്പില്ല. ഇല്ലേ? ഇല്ല, നടപ്പില്ല. ഉറപ്പാണോ? ഉറപ്പ്. ഉണ്ടാക്കും ഉണ്ടാക്കും പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കും. 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 നിർത്ത്. ഇത് വെറും ഒരു സൂചന മാത്രം. ഖരാവോ, സത്യാഗ്രഹം, ദേവതന്ത്രം തുടങ്ങിയ ഞങ്ങളുടെ വിപുലമായ പരിപാടികൾ അണിയറിയിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ ആലോചിച്ച് തീരുമാനമെടുക്കുന്നതാണ് നല്ലത്. ആലോചിക്കാൻ അധികം സമയമില്ല. ഗുസ്തിക്കാരൻ കൊച്ചുകുട്ടമ്പിളുടെ മകളെ ഒരു കൈമുക്കുള്ളവനെ കല്യാണം കഴിച്ചു കൊടുക്കും. ഈ തീരുമാനത്തിന് മാറ്റമില്ല. ദിലീപൻ കയ്യൂക്കില്ലാത്തവനാണെന്ന് ആര് പറഞ്ഞു? എന്നിട്ട് കയ്യൂക്കുള്ളവൻ എവിടെ? ആശുപത്രിയിലോ ചുടുകാട്ടിലോ? 50 പേര് വന്നാലും ഒറ്റയ്ക്ക് തല്ലി നേടുന്നവനായ എന്റെ അനന്തരവൻ, അവനാ എന്റെ മോളുടെ ഭർത്താവ്. ആ അനന്തരവനെയും കൂടെ 50 പേരെയും തല്ലി നേടുന്നവനാണ് ഈ ദിലീപ് കുമാർ. തെളിയിക്കണം. അയ്യോ, തെളിയിച്ചാൽ തെളിയിച്ചാൽ പെണ്ണവന്,
അപ്പൊ എപ്പ തല്ലണം? തീയതി നിശ്ചയിക്കും. എത്ര പേരെ തല്ലണം? തമ്മിൽ തല്ല് ശാസ്ത്രത്തിൽപ്പെട്ടതല്ല. കരക്കാരുടെയും പ്രമാണിമാരുടെയും സാന്നിധ്യത്തിൽ നേരിട്ട് ശക്തി പരീക്ഷിക്കട്ടെ. ഗുസ്തി, ഗാട്ടാ ഗുസ്തി. ആരോട്? ആശാനോടോ? സിംഹം കുറുനരികളെ നേരിടാറില്ല. ആളും തീയതിയും പുറമേ അറിയിക്കും. ജയ് ഹനുമാൻ. അടിപിടി വേണ്ട, കൊടിപിടി വേണ്ട, ഗുസ്തി പിടിച്ചോട്ടെ, ഗാട്ടാ ഗുസ്തി പിടിച്ചോട്ടെ. അടിപിടി വേണ്ട, കൊടിപിടി വേണ്ട, ഗുസ്തി പിടിച്ചോട്ടെ, ഗാട്ടാ ഗുസ്തി പിടിച്ചോട്ടെ. അടിപിടി വേണ്ട, കൊടിപിടി വേണ്ട, ഗുസ്തി പിടിച്ചോട്ടെ, ഗാട്ടാ ഗുസ്തി പിടിച്ചോട്ടെ. മതി എന്റെ പിള്ള ഫൈൽവാനെ. ആ പീറ ചെറുക്കനോട് പിടിക്കാൻ ഇത്രയും ദേഹമിളക്കേണ്ട കാര്യമൊന്നുമില്ല. അവനോട് പിടിക്കാൻ അത്ര വലിയ കസർത്തൊന്നും വേണ്ടെന്ന് എനിക്കറിയാം. അതും ശരിയാ. പിന്നെ ഈ 6 നേരം തിന്നുന്നത് ദഹിക്കണമല്ലോ. ഒറ്റ സെക്കൻഡ് കൊണ്ട് അവനെ പൊക്കിയെടുത്ത് ഞാൻ നിലത്തടിക്കും. ചാവാതിരുന്നാൽ ഭാഗ്യം.